സംസ്ഥാനത്തെ 49% കിണറുകളിലും ജലനിരപ്പ് താഴ്ന്നതായി കണ്ടെത്തൽ. ഭൂജല വകുപ്പ് 430 നിരീക്ഷണ കിണറുകളിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ചില പ്രദേശങ്ങളിൽ ജലവിധാനം 2 മീറ്ററിലധികം താഴ്ന്നു. പത്തനംതിട്ടയിൽ 1 മീറ്ററിലധികം ജലവിധാനം താഴ്ന്നിട്ടില്ലെന്നും പഠനം കണ്ടെത്തി. സ്വന്തന സാജു നൽകും വിശദാംശങ്ങൾ. സ്വന്തന, എന്തുകൊണ്ടാണ് ഈ കിണറുകളിൽ വെള്ളം കുറയുന്നത്? ശ്രുതി, കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഭൂജല വകുപ്പ് ഇത്തരത്തിലൊരു പഠനം നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ 430 കിണറുകളിൽ ഭൂജല വകുപ്പ് നടത്തിയ പഠനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ 49% കിണറുകളിലും ജലനിരപ്പ് കുറയുന്നു എന്നുള്ള കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അത് പലയിടങ്ങളിലും 2 മീറ്ററിൽ കൂടുതൽ ജലത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ കിണറിലെ ജലം തന്നെയാണ്. നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ മാത്രമാണ് ഈ പൈപ്പിലൂടെ വെള്ളമെത്തി ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളം കുറയുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 2006 മുതൽ 2026 വരെയുള്ള കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് ശ്രുതി ഇപ്പോൾ ഈ ഒരു പഠനം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, പേരാവൂർ, തലശ്ശേരി, വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നീ സ്ഥലങ്ങളിൽ 2 മീറ്ററിൽ കൂടുതൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ സ്ഥിതി ഉള്ളത്. മറ്റിടങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ് കുറച്ച് ആശ്വാസമുള്ളത്. കാരണം അവിടെ 1 മീറ്ററിൽ അധികം ജലനിരപ്പ് താഴ്ന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും 1 മുതൽ 2 മീറ്റർ വരെ ജലനിരപ്പ് സാധാരണഗതിയിൽ താഴ്ന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൂടി നടത്തിയിട്ടുണ്ട്. ഈ നമുക്കറിയാം, പലയിടങ്ങളിലും ഈ ബോർവെൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവ്, അത് ഈ ജലനിരപ്പ് കുറയുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും പഴയതുപോലെ കൃത്യമായി ജലം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. പലയിടങ്ങളിലും തറയോടും ടൈലും ഒക്കെ ഇടുന്നത് കൊണ്ട് കൃത്യമായി വെള്ളത്തിന് ഭൂഗർഭ അറകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് നിലവിൽ ഈ ഇത്തരത്തിൽ ജലനിരപ്പ് താഴുന്നതിനുള്ള കാരണമായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ അധികൃതരുമായൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആശങ്കയുള്ള കാര്യമല്ല. പക്ഷേ മഴയുടെ കുറവ്, ശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണം, ഒപ്പം കോൺക്രീറ്റ് വൽക്കരണം എന്നിവയാണ് ഭൂജല വിധാനം കുറയാൻ കാരണമാകുന്നത് എന്നാണ് കണ്ടെത്തൽ. സ്വന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.